തൊടുപുഴ ന്യൂമാൻ കോളേജിൽ റോഡ് സേഫ്റ്റി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. PMGSY ഇടുക്കി PIU യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു സെമിനാർ. 500ഓളം കുട്ടികൾ സെമിനാറിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് റോഡ് സേഫ്റ്റി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. വർത്തമാന കാലഘട്ടത്തിൽ വാഹനാപകടങ്ങൾ മൂലം വർഷം തോറും ആയിരക്കണക്കിന് വിലപ്പെട്ട ജീവനുകൾ പാതകളിൽ ഹനിക്കപ്പെടുകയോ അല്ലെങ്കിൽ പൂർണ്ണമായോ ഭാഗികമായോ അംഗവൈകല്യങ്ങൾ നിമിത്തം ജീവിതകാലം മുഴുവൻ തള്ളി നീക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ട്. അതേസമയം അപകടത്തിൽപ്പെടുന്നവരിൽ കൂടുതലും ടീനേജുകാരാണെന്നുള്ളത് സത്യവുമാണ്. ഈ സാഹചര്യത്തിലാണ് പുതുതലമുറയ്ക്ക് റോഡ് സേഫ്റ്റിയിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ PIU PMGSY ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി തൊടുപുഴ ന്യൂമാൻ കോളേജിലും റോഡ് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഇടുക്കി PIU എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗീതാകുമാരി CS അധ്യക്ഷത വഹിച്ച സെമിനാറിൽ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് മുഖ്യ പ്രഭാഷണം നടത്തി. റോഡ് ആക്സിഡൻസിന്റെ കാര്യത്തിൽ കേരളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും പത്രത്താളുകൾ മറിച്ചു നോക്കുമ്പോൾ കൂടുതൽ അപകട മരണങ്ങൾ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കുള്ള മരണങ്ങൾ നാം കാണുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഒരു നിമിഷം എൻ്റെ മനസ്സ് ശങ്കിക്കാറുണ്ട്, വിഷമിക്കാറുണ്ട്. എത്രയോ പ്രതീക്ഷകളുമായി ജീവിച്ചു പോകേണ്ടവർ, എത്രയോ കാലങ്ങൾ ഇനിയും പ്രൊഡക്റ്റീവായിട്ട് ഈ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യേണ്ട യുവരത്നങ്ങൾ റോഡുകളിൽ പൊലിഞ്ഞു തീരുമ്പോൾ നഷ്ടമാകുന്നത് ഒന്ന്, കുടുംബത്തിൻ്റെ ഒരു വലിയ അണിക്കല്ലാണ്, രാഷ്ട്രത്തിൻ്റെ ഒരു വലിയ വിജ്ഞാന ശേഖരത്തിൻ്റെ ഒരു വലിയ തോതിലുള്ള എടുത്തുമാറ്റൽ കാണപ്പെടുകയാണ്. തൊടുപുഴ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ തോമസ് ഐസക്, മുട്ടം യൂണിവേഴ്സിറ്റി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ നിരഞ്ജന തോമസ് എന്നിവർ കുട്ടികൾക്ക് റോഡ് സേഫ്റ്റി ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു. റേസിംഗ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ കണ്ടോ, അവിടെ ഓപ്പോസിറ്റ് വാഹനം വരില്ല. ഇനി ആ റേസിംഗ് ട്രാക്കിൽ ഒരു തള്ളി പൊടി പോലും കിടപ്പില്ല. ഇനി റേസിംഗ് ട്രാക്കിൽ റൈഡർ ഇടുന്ന ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ? അതായത് ലക്ഷങ്ങൾ രൂപ ഡ്രസ്സാണ്. അവൻ 50-60 കിലോമീറ്റർ സ്പീഡിലൊന്ന് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അവിടെ ഓടിയെത്താൻ ആരാ ഉള്ളതെന്ന് അറിയാമോ? ഇവിടെ ആരാ ഉള്ളത്? അവിടെ ഒരു ടീം തന്നെയുണ്ട്, മെഡിക്കൽ ടീം തന്നെയുണ്ട്. ഇനി നമ്മുടെ റോഡിൽ ബൈക്കുമായിട്ട് മറിഞ്ഞ് വീണാൽ ഓടിയെത്താൻ ആരാ ഉള്ളതെന്ന് അറിയാമോ? ആരാ? പാവം പിടിച്ച ഓട്ടോക്കാരനേ ഉള്ളൂ, വേറെ വരാനുണ്ടോ? ഇല്ല, ആലോചിച്ച് നോക്കി. റെഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിഗ്നൽസ്, അതെല്ലാം റെഗുലേറ്ററി സിഗ്നൽസ് ആണ്. യു ഷുഡ് ഫോളോ ദാറ്റ് സിഗ്നൽസ്. അത് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുള്ളതാണ്. ദെൻ ദർ ഇസ് എ വാർണിംഗ് സിഗ്നൽസ്. ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാനുള്ള സിഗ്നൽസ് ആണ് വാർണിംഗ് സിഗ്നൽസ്. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂൾ അടുത്തുണ്ട്, കോളേജ് അടുത്തുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അടുത്തുണ്ട്, അങ്ങനെയുള്ള കുറേ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഇൻഫോർമേറ്റീവ് സിഗ്നൽസ്. വാർണിംഗ് സിഗ്നൽസ് ചില അത് വൺ വേ ആണ്, അതിലൂടെ നിങ്ങൾക്ക് പോകാൻ പാടില്ല, അങ്ങനെ കുറേ സിഗ്നൽസ്. പക്ഷേ റെഗുലേറ്ററി സിഗ്നൽസ് നിങ്ങൾ മസ്റ്റായിട്ട്, മറ്റൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ റോഡിൻ്റെ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഏത് ടൈപ്പ് ഡ്രൈവിംഗ് ആണ് ഫോളോ ചെയ്യുന്നത് ഇന്ത്യയിൽ? നോർമലി 2 ടൈപ്സ് ഡ്രൈവിംഗ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഉണ്ട്. 500ഓളം കുട്ടികൾ പങ്കെടുത്ത സെമിനാറിന് ന്യൂമാൻ കോളേജ് പ്രൊഫസർ ജോബി തോമസ്, PIU അസിസ്റ്റന്റ് എഞ്ചിനീയർ എബിൻ S. കണ്ണങ്കര എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്, എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.